ഈ നാശം പിടിച്ചവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. കണ്ട റോഡ് സൈഡിൽ കിടക്കാനുള്ള ആക്രി സാധനങ്ങളെല്ലാം ഇവിടെ വലിച്ചു വാരി ഇവിടെ കൊണ്ടിട്ടേക്കാണോ? ഇതിനകത്തൊക്കെ തട്ടി വല്ല ദേഹം വല്ല സെപ്റ്റിക്കായ എന്ത് ചെയ്യൂടാ? ഇതുമാതിരി സാധനം ഇനി വലിച്ചു ഇവിടെ കൊണ്ടുവന്നുണ്ടല്ലോ, കുന്തവലോടെ വലിച്ചു വാരിയിട്ട് ഞാൻ കത്തിക്കും. അളിയാൻ, നീ ആക്രി സാധനം എന്ന് പറയുന്നത് എന്റെ ജീവനാണ്. ഞാൻ ഒരു ശാസ്ത്രജ്ഞനാണ്, അളിയാതെ വിട്ടുപോരുത്. വലിയൊരു ശാസ്ത്രത്തിനും മഞ്ഞാക്കുന്നു. പിന്നെ എനിക്ക് പിന്നെ കണ്ടുപിടുത്തങ്ങൾ നടക്കണ്ടേ? എന്റെ എന്തോന്ന് കണ്ടുപിടിച്ച നീ? എന്തിനാന്ന് എപ്പോഴും അവനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കണത്? കളിയാക്കുന്നതിനാണ് കുറ്റം. അവൻ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ എന്ത് കാണിച്ചു കൂട്ടി? ഇവനിപ്പോ ഇന്ത്യയിലായി പോയതുകൊണ്ടാ. അങ്ങ് അമേരിക്കയിലായിരുന്നെങ്കിലേ ഇവൻ ഏത് ലെവലിൽ എത്തുവാരെന്നറിയോ? അറിയാടി, ലോ ലെവൽ. ഇപ്പോഴും ആ ലെവലിൽ തന്നെയാണ്. നിങ്ങൾ വെറുതെ കളിയാക്കണ്ട കേട്ടോ. അവന്റെ മുറിയിലൊന്ന് കയറി നോക്ക്, എന്തൊക്കെ സാധനങ്ങളാ ഉണ്ടാക്കി വെച്ചേക്കണേ. ഇനി ആ ആക്രി കിടക്കുന്ന മുറിയിലോട്ട് ചെന്നിട്ട് വേണം എന്റെ ദേഹം മുറിച്ച് സെപ്റ്റിക് ആകാൻ. എടി പെങ്ങളെ, നീ തന്നെ പറ, ഞാൻ കണ്ടുപിടിച്ചതിൽ മോശമായ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാ? ഉണ്ട്, ഒരു സാധനം ഉണ്ട്. അങ്ങനെ വരാൻ സാധ്യതയില്ല. ഞാൻ കണ്ടുപിടിച്ച എല്ലാം നല്ലതാണ്. എടാ, ഒരു സാധനം ഉണ്ട്. ദേ നിക്കുന്നു. ഇവനല്ലേ നിങ്ങളുടെ ആലോചന ഇവിടെ കൊണ്ടുവന്നത്? അതാണ് ഏറ്റവും മോശമായിട്ടുള്ള സാധനം. നിങ്ങൾ തന്നെ. മോശം, നിങ്ങളൊക്കെ വലിയ ഗംഭീരം. അതെ. അളിയാ, ഇതെന്താണ് സാധനം എന്നറിയാം? ഇതെന്താ ഇത്? ടൈം മെഷീൻ. ഇത് കണ്ടുപിടിക്കുന്നതോട് കൂടി ഞാൻ ഇവിടെ ഒരു വിലസും. നീ എന്തൊരു മണ്ടനാണ്! ഇത്രയും വലിപ്പത്തിലാണോ അത് ഉണ്ടാക്കുന്നത്? ഒരു പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന പാകത്തിൽ അത് ഉണ്ടാക്കുമായിരുന്നെങ്കിൽ നീ ചെയ്ത സംഭവം വിജയിച്ചെന്ന് പറയാമായിരുന്നു. അളി എന്താണ് ഉദ്ദേശിച്ചത്? ടൈം പീസ് അല്ല അളിയാ, ടൈം മെഷീൻ. അതായത് നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രം കാണുന്ന ഒരു സാധനം ടൈം മെഷീൻ. അതായത് ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഭാവിയിലേക്കോ അല്ലെങ്കിൽ ഭൂതകാലത്തിലേക്കോ പോകാൻ പറ്റുന്ന മെഷീൻ. അത് ഞാൻ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ഇത് കണ്ടുപിടിക്കുന്നതോടുകൂടി ലോകത്ത് ആദ്യമായിട്ട് ടൈം മെഷീൻ കണ്ടുപിടിക്കുന്ന വ്യക്തി ഞാനായിരിക്കും. ആനടി, നിനക്ക് പ്രാന്താണ്. നിനക്ക് പ്രാന്താണ്. പിന്നെ ഇതൊക്കെ റെഡിയായി, എന്റെ മെഷീൻ റെഡിയായി. ഞാൻ ലോകമറിയുന്ന ശാസ്ത്രജ്ഞനാകാൻ പോകുന്നു. അളിയ, ഈ മെഷീൻ വെച്ചിട്ട് ഒരാൾ നാളെ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിനു മുമ്പ് എന്ത് ചെയ്തു, എല്ലാം കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റും. നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ അങ്ങനാണെങ്കിൽ ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമായിരിക്കും അതറിയണം. ഇപ്പൊ ശരിയാക്കി തരാളിയാ. 10 മിനിറ്റ് കഴിയുമ്പോൾ അളിയൻ റൂമിൽ കയറി കഥ കടയ്ക്കും. ഇത് ഞാൻ അവളോട് നേരത്തെ പറഞ്ഞതാ. അപ്പൊ ഓക്കെ ആയില്ലേ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, 10 മിനിറ്റ് കഴിയുമ്പോ ഞാൻ മുറിയിൽ കയറി കഥ കടയ്ക്കും. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് എന്നെ വിളിക്കാവൂ. ഓഫീസിൽ ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. കഥവ് തട്ടി ശല്യം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അളിയൻ പറഞ്ഞതിലും പകുതി കറക്റ്റ് ആണ്, പക്ഷെ പകുതി കള്ളമാണ്. അളിയൻ ഓഫീസ് വർക്ക് ചെയ്യാനല്ല റൂമിൽ കയറുന്നത്. സത്യം, ഓഫീസ് വർക്ക് ചെയ്യാനാടി. പിന്നെ വെള്ളം അടിക്കാൻ. ഞാൻ മെഷീനിൽ കണ്ടതാണ്. അളിയൻ 10 മിനിറ്റ് കഴിഞ്ഞാൽ കയറുന്നത് വെള്ളം അടിക്കാനാണ്. എടാ സുരേഷേ, നിനക്ക് ഇങ്ങനോട് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ ഇല്ലാവചനം ഉണ്ടാക്കി പറയരുത് കേട്ടല്ലോ. എന്റെ മെഷീൻ കള്ളം പറയത്തില്ല. നിന്റെ മെഷീൻ കള്ളം പറയരുത്. എന്റെ ചേട്ടൻ ഇത്രയും നാളായിട്ടും വെള്ളം അടിച്ചിട്ടില്ല. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നീ നേരെ റൂമിൽ ചെന്ന് നോക്ക്. മേശരടിയിൽ മദ്യപിക്കാനുള്ള കുപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ മാത്രം നോക്കിയാൽ മതി. എന്നാ അതൊന്ന് കാണണമല്ലോ. എന്റെ മെഷീൻ കള്ളം പറയില്ല. നീ എന്റെ കുടുംബങ്ങളൊക്കെ മാറാ സമുദ്രോഹി. ഞാൻ കണ്ടതല്ലേ പറഞ്ഞുള്ളൂ. ഇനി പറ, എന്തുവാന്നിത്? ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ദൂഷ്യലുണ്ടെന്ന് എന്നോട് പറഞ്ഞാ? അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കുമല്ലായിരുന്നോ? നീ ഉദ്ദേശിക്കുന്ന ഇത് ആയുർവേദ സാനിറ്റൈസർ ആണത്. ഒന്നുമല്ല, നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നു, കള്ളൂടിയൻ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലമായി തുടങ്ങിയിട്ട് നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്താ ടൈം മെഷീന്റെ പ്രയോജനം മനസ്സിലായ? ഒരു കാര്യം പറയട്ടെ, ഒരു തെറ്റ് പറ്റി. ഇനിമേൽ ഞാൻ ചെയ്യില്ല. സത്യം സത്യം. സത്യം ചെയ്യ്. എന്റെ ചിമ്പ്രക്കുട്ടിയാണ് സത്യം. പെങ്ങളെ, നീ വിശ്വസിക്കരുത്. ഇവൻ കള്ളം പറയുന്നതാണ്. 1 കൊല്ലം കഴിഞ്ഞാലും ഇവന്റെ ഈ മദ്യപാന ശീലം തീരൂല. ആണോ? അത് കേടാണ്. അതിന് ബാറ്ററി ഇല്ല. അത് കറക്റ്റ് ആണ്. 1 കൊല്ലം എന്നല്ല, ഏകദേശം 10 കൊല്ലം പോയാലും അളിയന്റെ ഈ മദ്യപാന ശീലം തീരൂല. കള്ളത്തരമാണ് ഈ മിഷൻ കേടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 10 കൊല്ലം വേണ്ട, 2050 ഈ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ, ഇനി കള്ളു കുടിക്കുവോ, എന്നെ നോക്കുവോ എന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റുമോ? അതായത് ഇപ്പം 2022 ഒരു 28 കൊല്ലം കഴിഞ്ഞ് 2050 പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ശൈലികൾ അറിയണം, നമ്മുടെ ലോകത്തിന്റെ ഒരു സെറ്റപ്പ് അറിയണം. അതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാം. അളിയന്നെ എന്തെങ്കിലും ദൂഷ്യയിലുണ്ടെങ്കിൽ ഞാൻ തെളിവ് സഹിതം ഞാൻ പെങ്ങളെ കൊണ്ട് കാണിക്കും. അപ്പോ നമ്മൾ ഇനി പോകാൻ പോകുന്നത് 2050. 2050 തന്നെ. അതാ എനിക്ക് പണി കിട്ടിയത് തന്നെ. 2050. അയ്യോ, അപ്പൊ എന്റെ മിഷൻ സക്സസ് ആയി.
സക്സസ് ആയി. അപ്പൊ 2050 നമ്മുടെ വീട് ഈ ഗതി തന്നെ. കിട്ടുന്ന കാശ് മുഴുവൻ അളിയൻ വെള്ളം അടിച്ച് കളയുന്നു. ഇതെല്ലാം ഫോട്ടോ എടുത്ത് കാണിക്കണം. അപ്പൊ വേറെ വീടും വെച്ചിട്ടില്ല, ഫർണിച്ചറും വാങ്ങിയിട്ടില്ല. അപ്പൊ ഇതാണ് അളിയന്റെ പരിപാടി. അവിടെ ചെന്ന് സഹോദരിയെ കാണിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ സഹോദരിയുടെ ജീവൻ ഇല്ലാതായിപ്പോ. ശരിയാക്കി തരാം. എന്തായാലും അളിയനെ വിളിക്കും. അളിയാ, അളിയോ, ആരാ എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ ടൈം മെഷീൻ വഴി വന്നതാണ്. ഞാൻ 2022 നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. അളിയന്റെ സ്വന്തം അളിയൻ സുരേഷാണോടാ? ഞാനല്ലേ ആദ്യമായിട്ട് ടൈം മെഷീൻ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്ത ശാസ്ത്രജ്ഞൻ. ആ അത് ശരിയാ. ഞാൻ ഈയിടെ ടൈം മെഷീൻ വഴി ഞാൻ യുറാനസ് വരെ ഒന്ന് പോയിരുന്നു. ആണോ? എന്തായാലും ടൈം മെഷീൻ ലോകത്തുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ആ കൊള്ളാം, അടിപൊളി സംഭവമാണ്. അളിയന് ഒരു മാറ്റമില്ല, എങ്കിലും ഇച്ചിരി മറവി ഉണ്ടല്ലേ? മറവിയോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇന്നർ ബനിയനൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുന്നു. അയ്യോ, അത് മറവിയുടെ അല്ല, ഇത് ഇവിടുത്തെ ഫാഷനാണ്. ഫാഷനാ? ആ, ഇപ്പോഴത്തെ ഫാഷനാണ്. എന്റെ പൊന്നടി, എന്ത് ഫാഷൻ? പെങ്ങളെവിടെ? അവളകത്തുണ്ട്. ആണ് അടുക്കളയിലാ? അടുക്കളയോ? എന്തോ മണ്ടത്തരം വളിയായി പറയുന്നത്. അടുക്കളയോ? അടുക്കളയൊന്നും ഇവിടെ ഇല്ല. ആര് പറഞ്ഞു? ഞാൻ ജനിച്ച് വളർന്ന വീട് ഒരു ചേഞ്ചും വന്നില്ല. പിന്നെ ഏറ്റവും പറയുക ഒരു അടുക്കളയില്ല, പിന്നെ അത് കാണാതിരിക്കുവോ? എന്റെ പൊന്നളിയാ, അടുക്കളയൊക്കെ ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു. അതിന് ഇവിടെ അടുക്കള ഉണ്ടായിട്ട് എന്ത് കാര്യം? വീട്ടിലാരും പാചകം ചെയ്യില്ല. പിന്നെ കഴിക്കാൻ എല്ലാം ഓൺലൈനിൽ നിന്നാണ്. സത്യം, എല്ലാം ഓൺലൈനിൽ നിന്നാണ്. നിന്റെ തമാശ. ഓൺലൈനിൽ ആഹാരമാണെങ്കിൽ പിന്നെ ഈ മിക്സിയുടെ ആവശ്യം എന്താണ്? അത് പറ. അയ്യോ അളിയാ, ഇത് മിക്സി അല്ല, ഇത് ഇവിടുത്തെ വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീനോ? നമ്മുടെ കർച്ചീഫൊക്കെ കഴുകാനോ? കർച്ചീഫ് അല്ല, നിന്റെ പെങ്ങളുടെ ഡ്രസ്സൊക്കെ ഇതിനകത്താണ് കഴുകുന്നത്. പെങ്ങളുടെ ഡ്രസ്സൊക്കെ അപ്പൊ അത്രേ ഉള്ളോ? അതിട്ടുണ്ടാണ് അവൾ എന്നെ കാണാൻ വരുന്നത്. എന്റെ പെണ്ണുമങ്ങളെ, നീ ആ ഡ്രസ്സോടെ ഇറങ്ങി വരരുത്. ഞാൻ 2022 വന്ന ഒരു പാവം മനുഷ്യനാണ്. ഇപ്പോഴത്തെ ഫാഷന് എനിക്ക് കാണണ്ട. നീ അലമാരയില് പഴയ ഡ്രസ്സോ എല്ലാം ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാന്യം മര്യാദയ്ക്ക് ഇറങ്ങി വാ. നിന്റെ അനിയൻ 2022 നിന്നെ കാണാൻ വന്നിരിക്കുകയാണേ. അയ്യോ, അയ്യോ, എന്റെ കൊച്ചെ, 28 വർഷം കഴിഞ്ഞിട്ട് നീ അത് കണക്കിനിരിക്കുന്നു. ഒരു മാറ്റമില്ല നിനക്ക്. അതിനുള്ള മരുന്നും മാത്രമൊക്കെ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഫോട്ടോ എടുത്തു വെച്ചിട്ട് നിന്റെ ആ 22 പോയിട്ട് നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ. അയ്യോ, പിന്നെ പറയലേ, ഈ 2050 ഇപ്പോഴത്തെ വിശേഷങ്ങളൊന്ന് പറ. ദാ വരുന്നു 2050. കുറച്ച് ഭവ്യതയായിട്ട് നിൽക്കണേ. 2050 വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. नमस्कार। क्या चल रहा है? कुछ नहीं। यह कौन है? मेरा भाई। सब ठीक है ना? ठीक है सर। ठीक है अच्छा। ठीक है। अच्छा अच्छा। നിങ്ങളെന്തിന് ഇങ്ങനെ പതുക്കെ പറ. എന്തിനു പേടിച്ച് മാറി നിൽക്കുന്നത്? പേടിച്ചു മാറി. ഇവിടെ മലയാളം പറയരുത്. മലയാളം പറയാൻ പാടില്ല. അറിയാം, ഇത് കേരളമല്ലേ? പിന്നെ കേരളത്തിലല്ല പിന്നെ എവിടെ പോയി മലയാളം പറയും? കേരളമൊക്കെയാണ്, സത്യമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ മലയാളം പറഞ്ഞാലേ ഒരു വാക്കിന് 2000 രൂപ വെച്ച് പെറ്റിയടിക്കും. മലയാളം പറഞ്ഞാലോ? മലയാളം പാടില്ല. പിന്നെ നമ്മൾ പുറത്തു പോയി എന്ത് ഭാഷ പറയും? ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ ബംഗാളി. ഹിന്ദിയോ ബംഗാളിയോ? അതെന്തിന്? എടാ, ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന ആരാണ്? ആരെ? ഇവിടെ ബംഗാളികളാണ് ഭരിക്കുന്നത്. ബാബു ഭയ്യ. നമ്മുടെ മുഖ്യമന്ത്രി. നിനക്ക് ആളെ മനസ്സിലായില്ലേ? ബാബു ഭയ്യ മുഖ്യമന്ത്രി. ഇതാണോ നമ്മുടെ മുഖ്യമന്ത്രി? അതെ അതെ അതെ. അയ്യോ, പണ്ട് നമ്മുടെ വീട്ടിൽ കിടക്കാൻ വന്നോണ്ടിരുന്നവൻ. ഇന്നലെ അവിടെ ഒന്ന് മെക്കാട് പണിക്കൊക്കെ വന്നിട്ട് പോയി ബംഗാളി. അവരാ ഇവിടുത്തെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയായത്? എടാ, ഇപ്പൊ ഈ കേരളത്തിൽ മലയാളികളെ കൂടുതൽ ബംഗാളികളാണ്. അങ്ങനെ അവരൊരു പാർട്ടി ഉണ്ടാക്കി അവർക്ക് ഭൂരിപക്ഷം കിട്ടി അവരാണ് ഇപ്പൊ ഭരിക്കുന്നത്. ഇതാണ് അവസ്ഥയല്ലേ? ഇതാണ് അവസ്ഥ. അയ്യോ, എന്റെ കൊച്ചി 28 വർഷങ്ങൾക്ക് ശേഷം വരുമല്ലേ? എന്തിനു കുടിക്കാൻ എടുക്കട്ടെ ചേച്ചി? ഇപ്പൊ വരാട്ടാ. കൊടുക്കടി. അവിടുത്തെ പോലെ അല്ല ഇവിടെ. ഇവിടെ ഇപ്പൊ മൊത്തം മാറി. ഇപ്പൊ ബംഗാളി ഭരണം കൂടെ ആയപ്പോഴത്തേക്ക് അവരുടെ ഓരോ ഭരണ പരിഷ്കാരങ്ങളൊക്കെ ആണ് ഇവിടെ. ഇത് ആളുടെ മുമ്പ് വെച്ച് മലയാളം സംസാരിക്കാൻ. ഇഞ്ചക്ഷനാ? അയ്യോ, ഇഞ്ചക്ഷൻ അല്ല. കാര്യം പറ. വെള്ളം, നിനക്ക് വെള്ളം വേണ്ടേ? ശുദ്ധമായ പച്ച വെള്ളം വാതർക്ക്. 2 3 മതി. തുള്ളി മരുന്ന് എന്തല്ലേ ഇത്? അയ്യോ അല്ലെന്ന്, നല്ല പച്ച വെള്ളമായത്. എനിക്ക് ഇങ്ങനെ പറ്റത്തില്ല. നീ ഒരു കുപ്പി വെള്ളം എടുത്ത ഞാൻ കുടിക്കട്ടെ. അയ്യോ, ഒരു കുപ്പി വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾ 1 മാസം യൂസ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ചിട്ടവട്ടൊക്കെ മാറി. രാവിലെ 3 തുള്ളി, ഉച്ചക്ക് 3 തുള്ളി, രാത്രി 3 തുള്ളി. ആ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത്?
അപ്പൊ ബാക്കിയുള്ള വെള്ളമൊക്കെ ഇവിടെ പോയി. വെള്ളം എവിടെ? ഇപ്പൊ ഇവിടെ ഭൂമിയിൽ വെള്ളം ഇല്ലല്ലോ. വെള്ളമില്ല. പറ്റി വരണ്ടില്ലേ എല്ലാം. അത് ശരി. അപ്പൊ ഇതാണ് 2050 നമ്മളെ കേരളത്തിന്റെ അവസ്ഥ. ഇതാണ് 2050 അവസ്ഥ. മനസ്സിലായ? അത് പൊട്ടറിയാ. നിന്റെ ഇപ്പം പിന്നെ നീ സ്കൂളിലല്ലേ വർക്ക് ചെയ്തോണ്ടിരുന്നേ? ഇപ്പൊ സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയോ അതോ സ്കൂളിലുണ്ട്? എന്താണ് പരിപാടി? അയ്യോ, ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നല്ലേ. അതൊറ്റി ഇപ്പൊ അവിടെ ഇതല്ലേ, ലോക്ക്ഡൌൺ അല്ലേ ഇവിടെ 2050 ലോക്ക്ഡൌണാ. അതെന്ത് കാര്യത്തിന്? കോവിഡ് അല്ലേ അളിയാ? കോവിഡ് ഒക്കെ പണ്ടല്ലേ, അത് മാറിയില്ലേ? അത് മാറിയില്ല. ഇപ്പൊ കോവിഡ് തരംഗം 18ാമത്തെ തരംഗമാണ് അടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ കോവിഡ് ഇവിടെ പോയില്ലേ? ശ്ശോ, നീ എന്തിനാണ് ഈ ഭയക്കുന്നത്? എടാ, ഭയമല്ല വേണ്ടത്, ജാഗ്രത. ആ ശരി. അപ്പൊ ഈ ഡയലോഗിന് ഇതുവരെ ഒരു മാറ്റവും വന്നില്ല. അതെങ്ങനെ പറയാൻ പറ്റും? അത് ശരി. ഏ? നീ സമയം പോവാൻ വേണ്ടി ഇപ്പോഴും കോമഡി മാസ്റ്റേഴ്സ് കണ്ടിട്ട് ആസ്വദിച്ച് അങ്ങനെ പോവുകയാണല്ലേ? അയ്യോ, നീ അറിഞ്ഞില്ലേ? കോമഡി മാസ്റ്റേഴ്സ് ഇപ്പോഴും ഉണ്ട്. ഇത് ഇന്നത്തെ എപ്പിസോഡാ, തുടങ്ങാൻ സമയായി. ആ അല്ല, തുടങ്ങി. നീ ചുമ്മാ എന്നോട് കള്ളം പറയരുത്. ഗോപിക നാദേശൊക്കെ കൂടെ ആദ്യം സംസാരിക്കുന്നത് ഞാൻ ഇപ്പൊ കണ്ടതല്ലേ? ഇത് പഴയ എപ്പിസോഡ് അല്ലടാ, ഇത് പുതിയ എപ്പിസോഡാണ്. നീ എന്നെ കള്ളം പറ്റിക്കല്ലേ? ഇതിപ്പോ സത്യമായിട്ട് ഇപ്പോഴത്തെ പുതിയ എപ്പിസോഡാണത്. അതിൽ പിന്നെ അങ്ങനെ ഈ നാദിഷയും ഗോപിയൊക്കെ വന്നത്? കമ്പനി ഇവരെ എടുത്ത് കളയാൻ പറഞ്ഞതാണ്. പക്ഷെ ഇതുങ്ങൾ പോകണ്ടേ? അപ്പൊ ഇതിലെന്നെ ഇതിനകത്തുള്ളത് പറിച്ചെറിഞ്ഞാ പോത്തില്ല. എന്ത് ചെയ്യും നമ്മള്? പനി മാറ്റാനുണ്ടോ? പനി. അതെ വന്നു. ചുമ മാറ്റാനുണ്ടോ? ചുമ. തൊണ്ടവേദന മാറ്റാനുണ്ടോ? തൊണ്ടവേദന. പനി മാറ്റാനുണ്ടോ? ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ചുമ മാറ്റാനുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. തൊണ്ടവേദന. ഇല്ലെന്ന് പറഞ്ഞല്ലോ. പനി ഉണ്ട്. ഇല്ല ഇല്ല ഇല്ല, ഇല്ല. പനി മാറ്റിത്തരാം. ഇല്ല സർ, ഇല്ല ഇല്ല. അതെ, നിങ്ങളുടെ ഈ കണ്ണിന്റെ താഴെ ഒരു കറുപ്പാണല്ലേ? അത് പണ്ടേ അത് ഉള്ളതാ. മാറ്റാനില്ല. ഇല്ല, ഇവിടെ ഇവിടെ എടുത്തില്ലേ? പോ, പോ, ഒന്ന് മാറ്റാനില്ലേ? ഒന്ന് പോ മിസ്. പനി മാറ്റാനുണ്ടോ? പനി. അത് കുറച്ച് ചുമ മാറ്റാനുണ്ടോ? ചുമ. അറിയാ? അതാരാ വന്നിട്ട് പോയത്? ഡോക്ടറാണ്. അതെന്ത് ഇങ്ങനെ നടക്കുന്നത്? ഇവിടെ എല്ലാവരും പഠിപ്പിച്ച് മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ആക്കണമെന്ന് വാശി പിടിച്ച് അങ്ങ് പഠിപ്പിക്കുകയല്ലേ. അങ്ങനെ പഠിച്ച് ഇപ്പൊ രോഗികളെക്കാൾ കൂടുതൽ ഇപ്പം ഡോക്ടർമാരും എഞ്ചിനീയർമാരാണ് കേരളത്തിൽ. ഇന്നത്തെ 5ാമത്തെ ഡോക്ടറാണ് ഈ വരുന്നത്. അതെ. അത് ശരി. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ വന്ന് കണ്ടതിൽ സന്തോഷം. ഈ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അവിടെ പോയി ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്തായാലും നീ ഇപ്പൊ വന്ന നന്നായി. ചേട്ടൻ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. കടയിലാണോ? നീ എന്ത് വർത്തനായി പറയുന്നത്? ഞാൻ ചന്ദ്രന് വരെ ഒന്ന് പോവാണ്. ചന്ദ്രനില്ല? ഒരു 50 ഏക്കർ റബ്ബറും തോട്ടം ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിന്റെ സ്ലോട്ടർ വെട്ടാൻ ഇന്ന് ആള് വരുന്നു പറഞ്ഞു. അയ്യോ, ചന്ദ്രനില്ല ആളതാമസം തുടങ്ങിയ? അതല്ല പണ്ട ഞാൻ പറഞ്ഞത്. ഞാൻ വരും, ഒരു 2 മണിക്കൂർ എനിക്ക് തന്നാ മതി. ഞാനിപ്പോ ഇനി വരും. അതെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാ? ആരാന്നേ? നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഇപ്പൊ വരാമെന്നും പറഞ്ഞു പോന്നാണോ? ഇത് എത്ര ദിവസമായി പിള്ളേർ ഇവിടെ നോക്കിയിരിക്കുക? ആ പിന്നെ നിങ്ങളെ കൊണ്ടേ ഞാൻ പോകും. ആരാ കേട്ടത്? എനിക്കറിയില്ല. ഞാനോ? എനിക്കറിയില്ല. ഞാൻ ഇങ്ങരുടെ ഭാര്യ. ഭാര്യയാ? അങ്ങനെ ഒരേ ഒരു ഭാര്യയുള്ളൂ, അതാ ഞാനാ. അതെ. നീ ഏതാ? ഞാൻ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് വന്നതാ. ചൊവ്വാഗ്രഹത്തിലും മനുഷ്യജീവനം ഉണ്ടോ ഇപ്പൊ? ആ, മനുഷ്യൻ മാത്രമല്ല, ഇങ്ങർക്ക് 2 പിള്ളേരും ഉണ്ട് അവിടെ. അത് ശരി. ഓഹോ, അപ്പൊ നിങ്ങൾ ഇടക്കിടക്ക് ബിസിനസ് ടൂർ എന്ന് പറഞ്ഞോണ്ട് ചൊവ്വയിൽ പോയത് ഈ ബിസിനസ്സിനായിരുന്നല്ലേ? നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ? ഇത്രയും നാളായിട്ട് നിങ്ങളുടെ ഈ സ്വഭാവം എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കണ്ട. എനിക്ക് ഡിവോഴ്സ് വേണം, ഡിവോഴ്സ് വേണം, ഡിവോഴ്സ് വേണം. മതിയടി, ഇത്രയും മതി. ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ അകത്ത് പോ. പറഞ്ഞു വിട്ടല്ല, എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് റെക്കോർഡ് ചെയ്യാൻ? നീ ഇവിടെ കാണിക്കുന്ന പോക്കർത്തനം എല്ലാം ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. നീ വടാ, എന്റെ സഹോദരിയെ ഞാൻ ഒന്നും ചെയ്തില്ല. നീ വഞ്ചിച്ചല്ലേ? തല്ലരുത്. ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ച് 2022 പോവും. എന്റെ സഹോദരി അടുത്ത് ഞാൻ ഈ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയണം, നിന്റെ ഭർത്താവിന് ഇതാണ് പണി, എത്രയും വേഗം അവനെ ഡൈവോഴ്സ് ചെയ്യാൻ. ശരിയാക്കി തരാടാ. ഞാനൊന്ന് ചെന്നോട്ടാ. നീ ഇനി എങ്ങനെ നീ 2022 പോകുമെന്ന് എനിക്കൊന്നറിയണം. എന്റെ മിഷ്യൻ പൊട്ടിയടാ. പൊട്ടണം. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും? നീ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അളിയാ, എനിക്ക് ഈ ലോകത്താണെങ്കിൽ ആരെയും പരിചയമില്ല. 2050 ആണ്. ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകും. നീ ചാവണ്ട. നിനക്ക് ഇവിടെ ജീവിക്കാൻ ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം. എന്താണ്? മാ മുഛേ കുച്ച് ദേ ദോ എന്ന് പറഞ്ഞാ? അമ്മച്ചി വല്ലതും തരണേ. അത് പിച്ചെടുപ്പല്ലേ? പോയി പിച്ചെടുത്തിരിക്കണം.